ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡാ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് നേര്, മൈ എക്സ്പെക്റ്റേഷൻ, നേര് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നേരെന്നത്. ഡിസംബർ 21 ചിത്രം തിയേറ്ററുകളിലെത്തുക. സംവിധായകനായിട്ട് ജിത്തു ജോസഫാണ് ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണം മോഹൻലാലും ജിത്തു ജോസഫും കൂടെ കൈകോർത്തപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ദൃശ്യം 2 എന്നീ ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൂട്ടുകെട്ടിൻ്റെ മേൽ ഇത്രമേറെ അമിത പ്രതീക്ഷ എല്ലാവരും വയ്ക്കുവാനായിട്ടുള്ള കാരണം. അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മോഹൻലാലിൻ്റെ ഒരു മോശ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2019 ശേഷം അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിജയത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഈ നേരിലൂടെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ തിരിച്ചുവരവാണ് എല്ലാവരും കാത്തിരിക്കുന്നതിനെ പറയാം. ജിത്തു ജോസഫിനെ കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ 2007 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഡിറ്റക്റ്റീവ്, പിന്നീട് മമ്മി ആൻഡ് മീ, പിന്നീട് മൈ ബോസ്, പിന്നീട് മെമ്മറീസ്. അദ്ദേഹത്തിന് 5ാമത്തെ ചിത്രമായിരുന്നു ദൃശ്യമുണ്ടാക്കിയ വിജയമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജിത്തു ജോസഫും മോഹൻലാലും കൂടി കൈകോർക്കുമ്പോൾ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെ. പിന്നെ ലാലേട്ടനൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തീരാവുന്ന റെക്കോർഡുകളെ മലയാളത്തിലുള്ളൂ. അപ്പോൾ മലയാളത്തിൻ്റെ ആ ബോക്സ് ഓഫീസ് രാജാവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്രയേറെ പ്രതീക്ഷകൾ വരുന്നത്. പിന്നെ ജിത്തു ജോസഫിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ നല്ല സ്ക്രീൻ പ്ലേ ആയിരിക്കും, പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന രീതിയിലുള്ള സ്ക്രീൻ പ്ലേകളൊക്കെ ആയിരിക്കും, മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള സീനുകളൊക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയാണ് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം സീക്കിംഗ് ജസ്റ്റിസ് എന്നാണ് നേരിനെക്കുറിച്ച് പറയുന്നത്. അതായത് നീതി തേടുക, ഒരു കോടതി മുറിയിൽ നടക്കുന്ന കഥാപശ്ചാത്തലമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ, ട്രെയിലർ ടീസർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. കാരണം ദൃശ്യം സമയത്ത്, അതായത് ചരിത്രം പരിശോധിക്കുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2013 ദൃശ്യം പുറത്തിറങ്ങിയത്. ഈ നേര് റിലീസാവുന്നത് ഡിസംബർ 21. ദൃശ്യം റിലീസായത് 10 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഡിസംബർ 19 അപ്പോൾ ലാലേട്ടൻ ഒരു മോശം സമയത്തൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ദൃശ്യം അദ്ദേഹത്തിന് ലഭിച്ചതും. പിന്നീട് തുടർച്ചയായിട്ട് ഹിറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായത്. അതേ ഒരു കാലഘട്ടത്തിലൂടെ, അതേ ഒരു ബാഡ് ടൈമിലൂടെ, മോശ സമയത്തിലൂടെയാണ് ഇപ്പോൾ ലാലേട്ടൻ കടന്നു പോകുന്നത് തന്നെ. അദ്ദേഹത്തിന് വീണ്ടും ജിത്തു ജോസഫ് ഒരു ഹിറ്റ് കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇനി ഹിറ്റുകളായിരിക്കും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈനപ്സ് ഒക്കെ നോക്കുമ്പോൾ മലക്കോട്ടെ, വാലിമനാട്ടെ, റാമാവട്ടെ, നല്ല നല്ല ലൈനപ്പാണ് മുന്നോട്ട് 2024 വരാനിരിക്കുന്നത്. ദൃശ്യത്തിലൂടെ അന്ന് ഹിറ്റ് നൽകിയ കൂട്ടണി വീണ്ടും ഒന്നിക്കുമ്പോൾ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ലഭിക്കുമെന്നും മലയാളത്തിൻ്റെ ബോക്സ് ഓഫീസ് രാജാവിൻ്റെ തിരിച്ചുവരവായിരിക്കും നേര് തിരിച്ചുവരവായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.